പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് മൈസൂരിലെ പയന കാർ മ്യൂസിയത്തിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചാൽ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതും ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമായ വ്യത്യസ്ത തരം കാറുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ വലിയ ഒരു കാർ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. മൈസൂരിനടുത്ത് സൂര്യന് കേവലം 12 കിലോമീറ്റർ അപ്പുറയാണ് ഈ കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വാഹനപ്രേമികളായ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം, ഈ കാർ മ്യൂസിയത്തിൽ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി മാത്രമായിട്ട് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് നോക്കൂ, വളരെ വിശാലമായ ഒരു കാറുകളുടെ, പഴയതും പുതിയതുമായ കാറുകളുടെ വലിയ ശേഖരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ ഉൾപ്പെടെ ഫിയറ്റ് 501 ഈ കിടക്കുന്ന കാർ. ഫിയറ്റ് 501. ഇത് ഫിയറ്റ് 521. നോക്കൂ, മനോഹരമായ മറ്റൊരു കാറാണിത്. ഇത് ഹഡ്ബേക്കർ പ്രസിഡൻറ്റ് എന്ന് പറയുന്ന 1929 ഉള്ള കാറാണ്. ഇത് ഓസ്റ്റിൻ 7 RM സലൂൺ 1934 കാറാണ്. ഇത് 1946 ഫോർഡ് പെർഫെക്റ്റ് E93A എന്നാണ് കാർ. മോറിസ് 8 സീരീസിലുള്ള കാറാണെടുത്ത്. ഇത് നോക്കൂ, ഉള്ള കളറ് തന്നെ, കാറിൻ്റെ കളർ അത് നമ്മുടെ പഴയ ഫിയറ്റ് F110 അംബാസഡറിൻ്റെ കാറാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പൾസർ എന്ന വളരെ മനോഹരമായ കാറാണ് ഇത്. സീരീസ് 50 സൂപ്പർ 8 എന്ന് പറയുന്ന കാറാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചില സിനിമകത്തൊക്കെ കണ്ടിട്ടുള്ളതുപോലെ സ്കോഡ പോപ്പുലർ 420 ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന കാറാണ്. അപ്പറേ MYW 1015. നോക്കൂ, BMW അല്ല കേട്ടോ. 1949 ഡൈംലെയർ D36 മിക്സ്. ആ കാറിൻ്റെ ഭംഗി തന്നെ നോക്കൂ. അവിടെ നിന്ന് ഇതൊക്കെ പഴയ കാലത്തുള്ള ചെറിയ 2 വീലറുകളുടെ ശേഖരമാണ്. അത് കഴിഞ്ഞാൽ മറു സൈഡിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെറൈറ്റി ആയിട്ടുള്ള മറ്റ് കാറുകൾ ഇവിടെ ഉണ്ട്. മോപ്പ് ഓഫ് പാരീസ്
എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിലുള്ള കാറാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത സട്രോൺ ട്രാക്ഷൻ അവേക്ഷൻ 12 CV 1947. ഇത് ഹിൽമാൻ മിൻസ് 1952 ഉള്ളതാണ്. ഓസ്റ്റിൻ A14 സോമർസെറ്റ്സ് എന്ന് പറയുന്ന കാറാണ്. ഇത് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ 40 1952. ഇത് ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന അംബാസഡർ ടൈപ്പിലെ കാറാണ്. 1955. ഇത് 1961 ഹിന്ദുസ്ഥാൻ അംബാസഡർ മാർക്ക് 1. ഈ കാറിൻ്റെ ആ ഭംഗി ഒന്ന് നോക്കൂ. ഇതേ കിടക്കുന്നു. കാരണം സൂപ്പറായിട്ടുള്ള കാർ. ഇത് ചെവർലെറ്റ് ബെൽ എയർ 1955. ചില സിനിമയുടെ തക്ക നമ്മൾ ഇത്തരം കാറുകൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഇത്തരം നമ്മൾ പഴയ അംബാസഡർ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, അപ്പട്ടെ 1-2 വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു ചെവർലെറ്റ് ഇംപാല എന്ന് പറയുന്ന കാറാണ് കിടക്കുന്നത്. ചെവർലെറ്റ് ഇംപാല. നമുക്ക് ചെവർലെറ്റ് ഇംപാലൻ്റെ കളറ്, അതിൻ്റെ ബോഡിയുടെ നീളം, അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അതാണ് അവിടെ ഉള്ളത്. അപ്പുറേ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാറുണ്ട്. അത് 2 കാറ് അടുപ്പിച്ച് കിടപ്പുണ്ട്. അത് ഒന്ന് ഹിന്ദുസ്ഥാൻ ഹിൽമാൻ ഹണ്ടർ 1967. അതാണ് കാണുന്നത്. ഇവിടെ ഒരു രാജകീയമായ മറ്റൊരു കാറ് ഇവിടെ കിടപ്പുണ്ട്. കാണുന്നുണ്ടല്ല. ഇനി അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കാറുകളുടെ മറ്റൊരു ശേഖരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് അണ്ടർഗ്രൗണ്ടിലാണ് അതിൻ്റെ കാറുകൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ J69 1953 കാറാണ്. അത് ജീപ്പ് കാറല്ല, ജീപ്പാണ്. ഇനി നമ്മളിവിടുന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാറുകളുടെ മനോഹരമായ വിന്യാസം അവിടെയുണ്ട്. നമുക്ക് കാണാൻ കഴിയും. താഴേക്ക് ഉള്ള ഇറക്കത്തിലാണ്. ഇവിടെ ഈ പ്രദേശം മുഴുവൻ വളരെ മനോഹരമായ ഫർണിഷ് ചെയ്ത് ഏറ്റവും സുന്ദരമായി ഇത് കാണികൾക്ക് വിരുന്ന് നൽകാൻ പാകത്തിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ മറ്റൊരു പ്രത്യേകത. ഒരു 50 രൂപയാണ് ഇവിടേക്ക് പ്രവേശനത്തിനുള്ള ടിക്കറ്റ്. 50 രൂപ കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും വാഹനങ്ങളുടെ വെറൈറ്റി കണ്ട് ഒരു വാഹനഭ്രാന്തനാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അത്രയും വാഹനങ്ങൾ കണ്ട് തൃപ്തി അടഞ്ഞിട്ട് നമുക്ക് പോകാം. 1911 മുതൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള കാറുകൾ വരെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. നോക്കൂ, ആ കളർ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടാനില്ലാത്ത ഒരു കളറാണ്. ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോയാൽ കാണാൻ കഴിയുന്നത് പഴയ ചില മോഡലുകളിലുള്ള കാറുകളാണ്. കാണുന്നുണ്ടല്ലോ ഇവിടെ 1957 ഫിയറ്റ് 1100 എലഗൻറ്റ് എന്ന് പറയുന്ന കാറാണ്. ഇത് നമ്മൾ പല മോഡലുകളായിട്ട് കണ്ടിട്ടുള്ള ചില കാറുകളാണ്. ഫിയറ്റ് കാർ തന്നെയാണ്. ഇത് ഫിയറ്റാണ്. നമ്മളിത് ബോംബെയിൽ ചെന്നാൽ കാണുന്ന, പണ്ടൊരു കാലത്ത് ബോംബെ അടക്കുവാണ്ടിരുന്ന കാറുകളുടെ ഒരു ഭംഗി ഇപ്പോൾ അവർ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫിയറ്റ് എലഗൻറ്റ് 1100 ഇവിടെ പഴയ അംബാസഡറാണ്. ഇവിടെ 2-3 വെറൈറ്റി ആയിട്ടുമുണ്ട്. ഡസ്റ്റൺ ബ്ലൂ ബേർഡ് 1.8 GPGL ആണ്. ഇത് വിൽഡിസ് ട്രക്ക് 475 ട്രക്കാണ്.
ഇവിടെ മനോഹരമായൊരു ലോറി ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ആ ഡിസൈനിലുള്ള ഭംഗിയാണ് അതിനെ മറ്റ് വേറിട്ട രൂപത്തിലാക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരുപാട് പട്ടാള ട്രക്ക് കടന്നുണ്ട്. പട്ടാള ട്രക്ക് കാർസ് 220 മിലിറ്ററി ട്രക്കാണ്. 220 മിലിറ്ററി ട്രക്കാണ്. എൻ്റെ വീല് തന്നെ ഒന്ന് നോക്കിയാൽ നമ്മൾ നോക്കും അതിൻ്റെ ഘടന നോക്കിയാൽ വീലിൻ്റെ ഘടന ഏത് ചെല്ലും പ്രദേശത്തു കൂടെയും മട്ടിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന പാകത്തിലാണ് ഇതിൻ്റെ വീലുകൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും ഇതൊരു വെറൈറ്റി ആയിട്ട് കിടപ്പുണ്ട്. നോക്കൂ, അപൂർവങ്ങളായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരൈറ്റമാണ്. മറ്റൊരു പട്ടാള ട്രക്ക് പോലുള്ള ഒരു പഴയകാല വണ്ടി. ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഏകദേശം ഈ കിടക്കുന്ന വണ്ടിയുടെ പ്രത്യേകത ഇതിന് ഏകദേശം 1946 ഡോഡ്ജ് പവർ വാഗണാണ്. അതിൻ്റെ പേര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അത് അത്തരം ഒരു വണ്ടിയാണ്. മറ്റെവിടെയൊക്കെ ചില സാധാരണ വണ്ടികൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള വണ്ടികളുണ്ട്. നമ്മൾ പോകുന്നത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന പഴയ 2 വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. 1967 മസ്തലൂസ് 1500 SS അതാണ്. ഇവിടെ വെറൈറ്റി കാർ വെറൈറ്റി ഡിസൈനായിട്ട് ഇവിടെ കിടപ്പുണ്ട്. നോക്കൂ, ജീപ്പാണ്, പഴയ കാല ജീപ്പാണ്. അതുപോലെ നമ്മൾ പണ്ട് നിരത്തുകൾ കൈയടക്കി വെച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഓർക്കുന്നുണ്ട് എല്ലാവരും. 1996 അധികം നമ്മുടെ മെമ്മറിയിൽ നിന്ന് മറന്നു പോകാൻ സാധ്യതയില്ലാത്ത ടെമ്പോ മറ്റഡോർ എന്നാണ്. ഈ മറ്റഡോർ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിരത്തുകൾ കൈയടക്കി വെച്ചിരുന്ന ഒരു കാറാണ് മറ്റഡോർ. അതുപോലെ തന്നെ തിപ്പാനി ഡോൾഫിൻ സലൂൺ എന്ന് പറയുന്ന കാറാണ്. പിന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ ഒരു ഡെമോയായിട്ട് കാറിൻ്റെ വിവിധ പാർട്സുകൾ അടിച്ച് അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാറിൻ്റെ എൻജിൻ, വീല്, വീൽ കപ്പ്, അതുപോലുള്ള സീറ്റ്, അതിൻ്റെ ലൈറ്റുകൾ. ഇത് ഒരു പഴയ അംബാസഡർ കാറാണ്. അതിൻ്റെ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ ഡെമോൺസ്ട്രേഷനും പ്ലസ് അത് കാണികൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന രൂപത്തിലാണ്. നോക്കൂ, ഇങ്ങനെയുള്ള നമ്മളൊരു പുതിയ മാരുതി 800 ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ബുൾഡോസറുകൾ നിരത്തുകൾ വാടുന്നതിന് മുമ്പ് ഫീൽഡ് മാർഷൽ ട്രാക്ടറാണ് കാണുന്നത്. ബുൾഡോസറിൻ്റെയൊക്കെ പഴയ രൂപം. ഇങ്ങനെ വ്യത്യസ്തമായ കാറുകളുടെയും അതുപോലെ തന്നെ കാർ പ്രേമികളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു സെൻറ്റർ എന്നുള്ള നിലയിൽ ഇതിനെ കയോന എന്ന് പറയുന്ന ഈ കാർ സെൻറ്ററിനെ ബാംഗ്ലൂരിലും മൈസൂരിലും വരുന്നവർക്ക്, കാറിനോട് പ്രേമമുള്ളവർക്ക് നോക്കി കാണാം. 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഫിയറ്റ് യുനോ 4 ഡോർ സഡ്മ എന്ന് പറയുന്ന കാറിൽ ഒന്നാണ് ഇത് അവസാനിക്കുന്നത്. ഏകദേശം ഈ സെൻറ്ററിൽ തന്നെ ഒരു 100ഓളം വ്യത്യസ്ത കാറുകളുണ്ട്. 1919 തുടങ്ങുന്ന കാറ് ഏകദേശം ഈ 2000-നോടടുത്തുള്ള 1999 വരെയുള്ള മറ്റഡോർ വാഹനത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രദർശനം അവസാനിക്കുന്നത്. കാണികൾക്ക് കണ്ണിന് കുളിർമ ഒരു കാഴ്ച എന്നുള്ള നിലയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഒരു കൗതുകവും വാഹനങ്ങളെ പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. താങ്ക് യു.